ब्रह्म से शिव बाबा पधारे, बोलते ध्वनियों। ब्रह्म से शिव बाबा पधारे, बोलते ध्वनियों। ब्रह्म मुख से मधुर वाणी, बोलते ध्वनियों। ब्रह्म से शिव बाबा पधारे, ओम ओम। ओम की इस मधुर ध्वनि से किया परिवर्तन, प्रेम शांति सिखा के बदला सभी का जीवन। आदि देव प्रजापिता श्री बोलते ध्वनियों। ब्रह्म मुख से मधुर वाणी, बोलते ध्वनियों।
से शिव बाबा पधारे। ओम ओम। सोहनी सूरत मोहनी मूरत ज्ञान के मोती, भव्य मुख पर चंद्रमासी चमकती ज्योति, दिव्य दर्शन दिव्य वाणी बोलते ध्वनियों, मुख से मधुर वाणी बोलते ध्वनियों, ब्रह्म से शिव बाबा पधारे। ओम विश्व में थी पाप की जब घटा छाई, तब विभूति आप जैसी धरती पे आई। एक तार में बंध के सारे बोलते ध्वनियों, मुख से मधुर वाणी बोलते ध्वनियों, ब्रह्म से शिव बाबा पधारे बोलते ध्वनियों, ब्रह्मा मुख से मधुर वाणी बोलते ध्वनियों, ब्रह्म से शिव बाबा पधारे। ओम ഓം ശാന്തി. ഇന്നത്തെ മുരളി ഡേറ്റ് 28/7/2026. ബാബ പറയുകയാണ്, मीठे बच्चे, तुम्हारी बिगड़ी को सुधारने वाला अर्थात तकदीर बनाने वाला एक बाप है. മധുരമായ കുട്ടികളെ, നിങ്ങളുടെ തലകീഴായ ഭാഗ്യത്തെ നേരെയാക്കുന്നത് ഒരേ ഒരു ബാബയാണ്. നിങ്ങൾക്ക് ജ്ഞാനം നൽകി നിങ്ങളെ ഭാഗ്യശാലിയാക്കുകയാണ്. ചോദ്യമാണ്, तुम बच्चों की इस रूहानी भट्टी का एक कायदा कौन सा है? കുട്ടികളായ നിങ്ങളുടെ ഈ ആത്മീയ ഭട്ടിയുടെ ഒരു നിയമം എന്താണ്? ഇത് ആത്മീയ സത്സംഗമാണ്. ഈ സത്സംഗത്തിൽ എല്ലാവരും ഒരുമിച്ച് ഏകാഗ്രതയോടെ ബാബയെ ഓർമ്മിച്ച് പരസ്പരം ആ വൈബ്രേഷൻ കൊണ്ട് ശക്തിശാലിയാവുകയാണല്ലേ. ബാബ ചോദിക്കുകയാണ്, എല്ലാവരും ഇങ്ങനെ ഗ്രൂപ്പായിട്ട് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട, അവരവരിൽ തന്നെ ശ്രദ്ധിക്കേണ്ട മുഖ്യമായ ഒരു വിഷയം ഏതാണ്? അത് ഇവിടുത്തെ തരംഗങ്ങൾ ശക്തിശാലിയാക്കുന്നതിനുള്ള നിയമമാണ്. അതെന്താണെന്ന് ചോദിക്കുകയാണ്. ഉത്തരം പറയുകയാണ്, रूहानी भट्टी से अर्थात याद की यात्रा में बैठने वालों को कभी भी इधर उधर के ख्यालात नहीं चलाने हैं. ഈ ആത്മീയ ഭട്ടിയിൽ അല്ലെങ്കിൽ ഈ ഗ്രൂപ്പ് മെഡിറ്റേഷനിൽ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ഓർമ്മയുടെ യാത്രയിൽ ഇരിക്കുന്നവർ പല സ്ഥലങ്ങളിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കരുത്. ഇവിടെ അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കരുത്. ഏക് ബാപ് കോ യാദ് കർനാ ഹേ, ഒരു ബാബയെ ഓർമ്മിക്കണം. അഗർ ബുദ്ധി ഇധർ ഉധർ ഭടക്തി ഹേ, ഇനി ഒരാളുടെ ബുദ്ധി അവിടെ ഇവിടെ അലയുകയാണെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ അയാൾ ഉറക്കം തൂങ്ങുകയാണ്, അലസനായിട്ടിരിക്കുകയാണ്, അവരുടെ ചിന്തകളുടെ അല്ല അവരനുഭവിക്കുന്ന
ആ അവസ്ഥയുടെ വൈബ്രേഷൻസ് ഈ അന്തരീക്ഷത്തിൽ മുഴുവൻ നിറയും. എല്ലാവരുടെയും ആത്മാവിനെ അത് സ്വാധീനിക്കും. അവർക്കും അതിൻ്റെ പ്രഭാവം ഉണ്ടാകും. അപ്പം അത് ഉണ്ടാവാൻ കാരണമായത് ആരാണ്? ആ വ്യക്തിക്ക് അതിൻ്റെ കാർമിക അക്കൗണ്ട്സ് ഉണ്ടല്ലേ. അതുകൊണ്ട് ബാബ പറയുകയാണ്, ഗ്രൂപ്പ് മെഡിറ്റേഷന് ഇരിക്കുമ്പോൾ ഒരാളെ ക്ഷീണിതനാണ്, അയാൾക്ക് ഉറക്കം വരുന്നുണ്ടെങ്കിൽ അവരവിടെ നിന്ന് മാറിയിരിക്കണം. അവരുടെ ക്ഷീണത്തിൻ്റെ പ്രഭാവം മറ്റുള്ളവരുടെ മെഡിറ്റേഷനെ തടസ്സപ്പെടുത്താൻ പാടില്ല. ഇതാണ് ഇവിടുത്തെ മുഖ്യമായിട്ടുള്ള നിയമം. ഗീതമാണ് ഹൃദയത്തിൻ്റെ ആശ്രയം, ഒരിക്കലും അറ്റുപോകരുത്. ഓം ശാന്തി. അതിമധുരമായ ആത്മീയ കുട്ടികൾ പാട്ടിലെ 2 വരികളാണ് ഇന്ന് കേട്ടത്. ബച്ചോങ്കോ സാവധാനം മിൽത്തി ഹെ, കുട്ടികൾക്കിപ്പോൾ മുൻകരുതൽ ലഭിക്കുകയാണ്. കുട്ടികൾക്ക് ഇവിടെ മുൻകരുതൽ കിട്ടുകയാണ്. ഈ സമയം ജോബി ഹേ സബ്കി തക്ദീർ ബിഗടി ഹുയി ഹേ ശിവായി തും ബ്രാഹ്മണോങ്കെ, നിങ്ങൾ ബ്രാഹ്മണർക്കല്ലാതെ ഈ സമയം ലോകത്തെല്ലാവരുടെയും ഭാഗ്യം ഇപ്പോൾ തലകീഴിൽ മറിഞ്ഞിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ ആ തലകീഴായി കിടക്കുന്നതിനെ വീണ്ടും നേരെയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ബാപ്കോ കഹാഹി ജാത്താഹെ തക്ദീർ ബനാനേവാല, ബാബയെ പറയുന്നത് തന്നെ ഭാഗ്യമുണ്ടാക്കി തരുന്ന ആളെന്നാണ്. നിങ്ങൾക്കറിയാം ശിവബാബ എത്ര സ്വീറ്റാണ്. ബാബ എന്നുള്ള വാക്ക് വളരെ സ്വീറ്റാണ്. ബാബ സെ സബ് ആത്മാവോങ്കോ വർഷ മിൽത്താഹെ, അച്ഛനിൽ നിന്നാണ് എല്ലാ ആത്മാക്കൾക്കും ആസ്തി കിട്ടുന്നത്. ലൗകിക അച്ഛൻ കുട്ടികൾക്ക് സമ്പത്ത് കൊടുക്കും, പക്ഷെ ആൺകുട്ടിക്കായിരിക്കും കൊടുക്കുക, പെൺകുട്ടിക്ക് കൊടുക്കാറില്ല. ഇവിടെ ആൺകുട്ടിയെന്നോ പെൺകുട്ടിയെന്നോ ഇല്ല, എല്ലാ ആത്മാക്കളാണ്. എല്ലാവർക്കും ആസ്തിക്ക് അവകാശമുണ്ട്. ആത്മാക്കളെയാണ് ബാബ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ തൻ്റെ മക്കളെയാണ്. നമ്മളെല്ലാവരും ബ്രദേഴ്സാണ് എന്നിപ്പോൾ ആത്മാവിന് തിരിച്ചറിവുണ്ടായി. അതുകൊണ്ട് സഹോദരത്വമാണ് ഇവിടെ, ബ്രദർഹുഡ്. ഏക്ക് ഭഗവാൻ കെ ബച്ചേ ഹേ ഇതിനാ ലടുത്തെ ജഗടത്തെ ക്യോം, ഒരു ഭഗവാന്റെ കുട്ടികളാണ് എല്ലാവരും. പിന്നെന്തിനാണ് നമ്മൾ ഇത്രയും വഴക്കടിക്കുന്നത്? എല്ലാവരും പരസ്പരം വഴക്കടിച്ചുകൊണ്ടേയിരിക്കുകയാണല്ലേ. അനേക ധർമ്മമുണ്ട്, അനേക മതമുണ്ട്. മുഖ്യമായിട്ടുള്ള വിഷയം ഇത് രാവണൻ്റെ രാജ്യമാണ് നടക്കുന്നത്. ഇവിടെ യുദ്ധം നടക്കും, കാരണം എല്ലാവരിലും വികാരങ്ങളുടെ പ്രവേശതയുണ്ട്. കാമവികാരത്തിൻ്റെ മേൽ എത്ര യുദ്ധവും വഴക്കുമാണ് ഉണ്ടാകുന്നത്. ഇങ്ങനെ ഒരുപാട് രാജാക്കന്മാർ പണ്ട് യുദ്ധം ചെയ്തിട്ടുണ്ട്. ഒരു രാജ്യത്തെ റാണിയെ ഇഷ്ടപ്പെട്ടിട്ട് ഒരു രാജാവ് വേറൊരു രാജ്യത്തെ അതിക്രമിച്ച് അവിടെ യുദ്ധം ചെയ്തിട്ടുണ്ട്. കാമവികാരത്തിന് വേണ്ടിയിട്ടാണ് ഈ യുദ്ധം ചെയ്തത്. എത്ര ബാബ പറയുകയാണ്, ആരോടെങ്കിലും മനസ്സിൽ ഇഷ്ടം തോന്നിയാൽ ഉപദ്രവിക്കും. അത്രയ്ക്ക് വലിയ ശത്രുവാണ് ഈ കാമവികാരം. ക്രോധികളെ നമ്മൾ പറയാറുണ്ടല്ലേ, ദേഷ്യമുള്ളവരെ നമ്മൾ ക്രോധികളെന്ന് പറയും. ഇനി ധനത്തിനോട് ആർത്തിയുള്ളവരെ നമ്മൾ എന്ത് പറയും? ലോഭി എന്ന് പറയും, ലോഭമുള്ളവർ എന്ന് പറയും. കാമവികാരമുള്ളവർക്കാണ് ഈ പുരാണങ്ങളിൽ പോലും ഒരുപാട് പേര് കൊടുത്തിട്ടുണ്ട്. സമൂഹത്തിലും അവർക്ക് പല പല വിശേഷതകൾ, നെഗറ്റീവായിട്ടുള്ള ക്യാരക്ടറിൻ്റെ പേരുകളൊക്കെ കൊടുക്കാറുണ്ട്. ബാബ ഇവിടെ നമ്മളോട് പറയുന്നത് എന്താണ്? നിങ്ങൾ ജ്ഞാനത്തിൻ്റെ അമൃത് കുടിക്കൂ, അതിൽ പകരം ഉയർന്ന ആനന്ദരസം വേറെയില്ല. പിന്നെ എന്തിനാണ് ഈ വിഷം കുടിക്കാൻ പോകുന്നത്? ശാസ്ത്രങ്ങളിൽ അമൃത് എന്നുള്ള പേര് കൊടുത്തിരിക്കുന്നത് ഈ ജ്ഞാനത്തിനെയാണ്. പുരാണങ്ങളിൽ കാണിക്കുന്നത് പാലാഴി മഥനം നടക്കുന്ന സമയത്ത് അമൃത് പുറത്തു വന്നു. ആ അമൃതിൻ്റെ കുടം ലക്ഷ്മിക്കാണ് നൽകുന്നത്. എല്ലാവർക്കും വീതം വെച്ച് കൊടുക്കാൻ പറഞ്ഞു. ഇങ്ങനെ ഒരുപാട് കഥകളുണ്ട്. ഇതിൽ ഏറ്റവും വലിയ വിഷയം വേറൊന്നുണ്ട്. ഈശ്വരൻ സർവ്വവ്യാപിയാണെന്ന് പറയുന്നതുണ്ട്. ഗീതയുടെ ഭഗവാൻ ശരിക്കും ആരാണ്? അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിനെ പരിശുദ്ധമാക്കുന്ന പതിത പാവനൻ ആരാണ്? പ്രദർശിനി മേ മുഖ്യ
ഇനവും ചിത്രവും പർ സംചായ ജാത്ത ഹെ. പ്രദർശനിയിൽ പ്രധാനപ്പെട്ടും ഇവരുടെ ചിത്രങ്ങൾ വെച്ചിട്ട് നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. പതിത പാവനൻ, ജ്ഞാനത്തിൻ്റെ കടൽ. ആ കടലിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ജ്ഞാനഗംഗകൾ അല്ലെങ്കിൽ ജലത്തിൻ്റെ നദിയാണോ? ബാബ പറയാണ്, ഈ പതിത പാവനമാക്കുന്നത് ജ്ഞാനത്തിൻ്റെ കടലാണോ, അതോ ഈ ജ്ഞാനം കേട്ട് ഉണ്ടായ നമ്മളാകുന്ന ജ്ഞാനഗംഗകളാണോ? അല്ലെങ്കിൽ ബാബ ചോദിക്കുകയാണ്, ഇവിടെയുള്ള കടലും നദിയാണോ? എത്ര നല്ല കാര്യമാണ് ബാബ മനസ്സിലാക്കി തരുന്നത്. ബാബ ചോദിക്കുകയാണ്, നിങ്ങളെ ആരാണ് പാവനമാക്കുന്നത്? ബിഗഡിക്കോ സുധാർണെ വാല കോൻ ഹേ. തലകീഴായി പോയവരെ നേരെയാക്കാൻ ആരാണുള്ളത്? എപ്പോഴാണ് ആത്മാവിനെ പരിശുദ്ധമാക്കുന്ന ആ ഭഗവാൻ ഈ ഭൂമിയിൽ അവതരിക്കുന്നത്? ഈ സൃഷ്ടിനാടകമാകുന്ന കളിയിൽ അതെങ്ങനെ സംഭവിക്കണമെന്നാണ് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്. ഇതൊന്നും ലോകത്തിൽ ആർക്കും അറിയില്ല. ബാബയെ പറയുന്നുണ്ട് നോളജ്ഫുൾ, ബ്ലിസ്ഫുൾ, പീസ്ഫുൾ. ഗായ ഭി ജാത്ത ഹെ ബിഗടി കോ ബനാനെ വാല ഏക്. സർവർക്കും മോക്ഷവും ജീവൻ മുക്തിയും കൊടുക്കുന്നത് ഭഗവാനാണല്ലേ. എല്ലാവരെയും പാപത്തിൽ നിന്ന് മുക്തമാക്കുന്നത് ഭഗവാൻ. വേറൊന്നുകൂടെ പറയാറുണ്ട്, മോശകർമ്മത്തിൽ പെട്ടുപോയവർ, അഴുക്ക് കർമ്മത്തിൽപ്പെട്ട് തലതിരിഞ്ഞു പോയവർ, തലയിൽ വരുന്ന ചിന്തകളെ തിരിഞ്ഞുപോയി, അതിനെ നേരെയാക്കണം, ശ്രേഷ്ഠമാക്കണം. അതാരാണ്? तो समझने में आता है രാവൺ ഹമാരി ബിഗാഡ്തേ ഹെ. നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു വിഷയമാണ്, ഈശ്വരനാണ് നമുക്ക് നല്ല അറിവ് പറഞ്ഞു തരുന്നതെങ്കിൽ ഈ ലോകത്തിലുള്ളവരെ തലകീഴാക്കുന്നത് ഈശ്വരനല്ലല്ലോ. നമ്മളെല്ലാം ഈശ്വര ഇച്ഛയെന്നാണ് പറയുന്നത് മനുഷ്യർ. ഈ ലോകത്തിൽ ഒരാൾ അങ്ങനെ ജനിച്ചതും അയാൾ അങ്ങനെ ചിന്തിക്കുന്നതും ഈശ്വരൻ നിശ്ചയിക്കപ്പെട്ട അയാൾക്ക് കൊടുത്ത റോൾ അനുസരിച്ചിട്ടാണ്. അപ്പോൾ അയാളെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ലല്ലോ. ഈശ്വരൻ്റെ കുഴപ്പമാണ്, സൃഷ്ടാവിൻ്റെ കുഴപ്പമാണ്, സൃഷ്ടിയുടെ കുഴപ്പമല്ല. ഒരു പെയിൻറ്റിങ് ചെയ്യുന്ന ഒരാൾ വരച്ചത് എന്താണോ അതല്ലേ ആ ക്യാൻവാസിൽ ഉണ്ടാവത്തുള്ളൂ. അങ്ങനെ ഈശ്വരനാണ് ഒരാളെ തലതിരിച്ച് സൃഷ്ടിച്ചതെങ്കിൽ ഈശ്വരനെ രക്ഷിക്കാനും സദ്ബുദ്ധി തരാനും നമ്മൾ വിളിക്കേണ്ട ആവശ്യം എന്താ? അപ്പം നമ്മളെ നല്ലതാക്കുന്നത് ഈശ്വരനാണെങ്കിൽ അഴുക്കാക്കിയത് വേറെ ആരോ ആണ്. അതിനെയാണ് രാവണൻ എന്ന് പറയുന്നത്. ഇത് വിജയത്തിൻ്റെയും പരാജയത്തിൻ്റെയും ഒരു കളിയാണ്. രാവൺ കോ ഭി തും ജാൻതേ ഹോ ജിസ്കോ ഭാരതവാസി വർഷ ജലാത്തേ ഹെ. രാവണനെ നിങ്ങൾക്കറിയാം. രാവണൻ്റെ കോലം നമ്മൾ ഓരോ വർഷവും കത്തിക്കാറുണ്ട്. ഇത് ഭാരതത്തിൻ്റെ ശത്രുവാണ്. ഭാരതത്തിൽ തന്നെയാണ് ഓരോ വർഷവും കത്തിക്കുന്നത്. ഉൻസെ പൂച്ചോ കബ്സെ ജലാത്തേ ആത്തേ ഹോ. ലോകത്തിലുള്ളവരോട് ചോദിക്കാം നമുക്ക് വേണമെങ്കിൽ, അതായത് രാവണൻ്റെ കോലം കത്തിക്കുന്നവരോട് നമുക്ക് ചോദിക്കാം, നിങ്ങൾ ഈ ഹിസ്റ്ററി അറിഞ്ഞിട്ടാണോ ഇത് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി കൊടുക്കാനായിട്ടാണ് ചോദിക്കുന്നത് അല്ലേ. ഇത് എത്ര വർഷമായി ഈ രാവണൻ്റെ കോലം എന്ന് മുതലാണ് കത്തിക്കാൻ തുടങ്ങിയത്? എന്തായാലും രാമൻ അവതരിച്ചതിന് ശേഷമല്ലേ രാവണൻ്റെ കോലം കത്തിക്കാൻ പറ്റുള്ളൂ. രാമൻ ത്രേതായുഗത്തിലെ ആളാണ്, അപ്പോൾ അതിനുശേഷം അത് കത്തിക്കുകയുള്ളൂ. പക്ഷെ ലോകത്തിലുള്ളവരോട് ചോദിച്ചാൽ ഇത്ര ലളിതമായിട്ടുള്ളത് പോലും പറയില്ല. അപ്പോൾ ദ്വാപര യുഗം തൊട്ടായിരിക്കും കത്തിക്കുക. രാമൻ്റെ കാലഘട്ടം ത്രേതായുഗത്തിലാണ്. ഇനി ത്രേതായുഗത്തിൽ രാമൻ്റെ കാലഘട്ടം കഴിഞ്ഞിട്ട് വീണ്ടും ത്രേതായുഗം കുറച്ച് നാളുകൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ത്രേതായുഗത്തിൽ വെച്ച് തന്നെ ഈ ആചാരങ്ങളുണ്ടോ? ഇതൊന്നും ആർക്കും അറിയില്ല. ചോദിച്ചാൽ പറയും ഇതൊക്കെ പണ്ടേ ഉണ്ട്, അനാദിയായിട്ടുണ്ട് എന്ന് പറയും. ഭാരതത്തിൽ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ കാര്യം എന്താണ്? ഭാരതത്തിൻ്റെ ശത്രുവാണത്. ഭാരതത്തിൽ തന്നെയാണ് ഓരോ വർഷവും കത്തിക്കുന്നത്. ശാസ്ത്രങ്ങളിൽ എന്ത് വായിക്കുന്നു അത് സത്യം എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. പ്രധാനപ്പെട്ട തെറ്റെന്താണ്? ഈശ്വരനെ സർവ്വവ്യാപി എന്ന് പറഞ്ഞതാണ്. ബാബ് യഹ് നഹീം കഹത്തെ കി യഹ് കിസ്കി ബോൽ ഹേ. ഇവിടെ ശിവബാബ പറയുകയാണ്, അത് ഇന്നയാളാണ് എഴുതിയത്, ഈശ്വരൻ സർവ്വവ്യാപി എന്ന് പറഞ്ഞ് അയാളാണ് ഈ തെറ്റ് ചെയ്തത്. ഇങ്ങനെയൊന്നും ശിവബാബ പറയില്ല. ബാബ പറയുന്നത് എന്താണ്? ബാബ പറയുന്ന കൃതികളിൽ ഇങ്ങനെ ഉണ്ട്, അതെല്ലാം മനസ്സിലാക്കി വീണ്ടും നിങ്ങളെ യഥാർത്ഥമായിട്ടുള്ള രീതിയിലേക്ക് മനസ്സിലാക്കി തരാനായിട്ടാണ് ശിവബാബ ഇവിടെ വന്നിരിക്കുന്നത്. ശിവബാബയ്ക്ക് ഇതെല്ലാം അറിയാം, ബാബ മനസ്സിലാക്കിയിട്ടുണ്ട് ഇതെല്ലാം. അതുകൊണ്ട് സർവ്വശാസ്ത്രങ്ങളുടെ സാരം മനസ്സിലാക്കി തരുന്നതുകൊണ്ടാണ്
യഥാർത്ഥമായിട്ടുള്ളത് പഠിപ്പിച്ചുകൊണ്ടാണ് ഈശ്വരൻ സത്യമാണെന്ന് പറയുന്നത്. അപ്പോൾ ഈശ്വരൻ അങ്ങനെ ഒരു മഹിമ വരാൻ തന്നെ കാരണം മനുഷ്യരിതിനെ തെറ്റിച്ചുകൊണ്ടാണല്ലേ. അതുകൊണ്ട് ബാബ എന്ത് പറയും? ഇതെല്ലാം ഈ നാടകത്തിൽ അടങ്ങിയിട്ടുള്ളതാണ്. ഇങ്ങനെ ഭക്തിയിൽ ഇങ്ങനെ തെറ്റുണ്ടാവണമെന്നും പരമാത്മാവ് ഭൂമിയിൽ അവതരിച്ചു ഇതെല്ലാം ശരിയാക്കണമെന്നും. അതുകൊണ്ട് നമ്മളിതിനെ ഒരു നാടകമായിട്ട് കാണാം. ജയത്തിൻ്റെയും പരാജയത്തിൻ്റെയും കളിയാണ്. മായയോട് തോറ്റാൽ തോറ്റു, മായയോട് വിജയിച്ചാൽ ജയിച്ചു. മായസെ കൈസെ ഹാർ കാത്തെ എഹ്ബി സംജായ ജാത്ത. മായയോട് എങ്ങനെയാണ് തോൽക്കുന്നത്, ഇത് ബാബയാണ് മനസ്സിലാക്കി തരുന്നത്. അരക്കൽപ്പം പൂർണ്ണമായിട്ടും എടുത്തു നമ്മൾ പൂർണ്ണമായിട്ട് തോൽക്കുന്നതിന് വേണ്ടി. അതായത് രാവണൻ്റെ കാലഘട്ടമാണ് അരക്കൽപ്പം. ഒരു സെക്കൻഡിൻ്റെ പോലും വ്യത്യാസം ഇതിലില്ല. സത്യത്രേതായുഗം ഏത് സമയത്താണോ അത് കൃത്യമാണല്ലേ. ലാഗ് ചെയ്യുകയോ ഒരു ദിവസം കൂടുകയോ ഒന്നുമില്ല. എല്ലാ കൽപ്പത്തിലും കറക്റ്റായിരിക്കും. രാവണൻ്റെ കാലഘട്ടം അതുപോലെയാണ്. സത്യയുഗത്തിൽ ലങ്കയൊന്നും ഉണ്ടായിരിക്കത്തില്ല. ലങ്ക എന്ന് പറയുന്നത് ബുദ്ധമതത്തിൻ്റെ പ്രദേശമാണ്. പഠയിലേക്കേക്ക് ബുദ്ധിമേ രഹത്ത ലണ്ടൻ ഇസ് തരഫ്. പഠിക്കുന്നവരുടെ ബുദ്ധിയിലൊക്കെ ഉണ്ടായിരിക്കും. ലണ്ടൻ എന്ന് പറയുന്നത് ഇവിടെയാണ്, അമേരിക്ക ഇവിടെയാണ് എന്ന് പറയുന്നത് പോലെ ഓരോ മതവും എവിടെ ഉണ്ടായി എന്നും ആ പ്രദേശത്ത് എത്ര ആൾ വന്നു എന്നൊക്കെ പഠിച്ചവർക്ക് മനസ്സിലാക്കാൻ പറ്റും. പ്രായമായവർക്ക് ഇത്രയും മനസ്സിലാക്കാൻ പറ്റില്ല. ഇനി ബാബ പറയാണ്, നമുക്ക് ഈ ജ്ഞാനം കേട്ട് അങ്ങനെ വിസ്താരങ്ങൾ ഒരുപാട് മനസ്സിലാക്കാൻ കഴിയില്ലെങ്കിൽ പോലും ഇതിൻ്റെ സാരമുണ്ട്. അതാണ് നമുക്ക് പ്രയോജനപ്പെടുന്നത്. ആ സാരം എന്താണ്? അതാണ് മന്മനാഭവ. ഈശ്വരനെ എങ്ങനെയാണ് ഓർമ്മിക്കേണ്ടത് എന്നറിയുക. മനുഷ്യർ ഒരുപാട് ശാസ്ത്രങ്ങൾ പഠിച്ചവരുണ്ട്. അവസാനം അവർ ശരീരം വിടുന്ന സമയത്ത് അവരുടെ ചെവിയിൽ പോയി പറഞ്ഞു കൊടുക്കുന്ന എന്താണ്? രാമരാമ എന്ന് പറയൂ എന്ന് പറയും. അപ്പോൾ ഇത്രയും ശാസ്ത്രങ്ങൾ പഠിച്ചു, വേദങ്ങൾ പഠിച്ചു, ഇതൊന്നും പോയിട്ട് അവരുടെ ചെവിയിൽ പോയി നമ്മൾ പറഞ്ഞു കൊടുക്കാറില്ല. കാരണം അന്തിമ സമയത്ത് ആ സാരം മാത്രം ഓർമ്മയിൽ മതി. അവസാനം പറയും രാമനെ ഓർമ്മിക്കും. ആരാണോ കൂടുതൽ സമയം ലോകത്തിലെ കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് അന്തിമ സമയത്തിൽ ഈ ഒന്നിൻ്റെ ഓർമ്മയിലേക്ക് എത്താൻ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മുടെ മനസ്സിനും ബുദ്ധിക്ക് എന്താണോ നിരന്തരം പ്രാക്ടീസ് നമ്മൾ കൊടുത്തത്, അത് അല്ലെങ്കിൽ നമ്മൾ എന്താണോ കൂടുതൽ പ്രവർത്തനമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ട വിചാരങ്ങളായിരിക്കും അന്തിമ സമയത്ത് വരിക. ചിലർ പ്രായമായി കഴിയുമ്പോൾ അവരുടെ കുട്ടിക്കാലത്തെ കാര്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. അവരുടെ സ്മൃതിയിൽ അതാ വരുന്നത്. ബാക്കിയെല്ലാം അവരുടെ പോകും. ചിലപ്പോൾ ചിലർ ജോലിസ്ഥലത്തെ കാര്യങ്ങളായിരിക്കും പറയുക, അവിടെ ചെയ്ത അയാളുടെ ഡ്യൂട്ടികളെ കുറിച്ചായിരിക്കും പറയുക. അപ്പോൾ നിരന്തരം ചെയ്യുന്നത് നമ്മുടെ ഉള്ളിൽ ഓർമ്മയായിട്ട് തങ്ങും. അതുകൊണ്ട് ബാബ പറയുകയാണ്, ഈ ശാസ്ത്രങ്ങളെല്ലാം പഠിച്ചാൽ, ഈ സാരം പ്രാക്ടീസ് ചെയ്താൽ നമുക്കതാണ് പ്രയോജനപ്പെടുക. ശാസ്ത്രം പഠിച്ചിട്ടും സാരം പഠിച്ചില്ലെങ്കിൽ നമുക്ക് അന്തിമ സമയത്ത് ഒന്നും പ്രയോജനപ്പെടില്ല. അതുകൊണ്ട് ബാബ പറയണം, അന്തിമ സമയത്ത് നമുക്ക് മറ്റാരുടെയെങ്കിലും ദേഹധാരികളുടെ ഓർമ്മ വന്നാൽ കളി തീർന്നു. ഇവിടെ നിങ്ങൾക്കൊരു കാര്യമാണ് മനസ്സിലാക്കി തരുന്നത്, സ്വയം നിങ്ങൾ ആത്മാവാണെന്ന തിരിച്ചറിവോടെ ബാബയെ ഓർമ്മിക്കണം. എത്ര സമയം അങ്ങനെ ഈശ്വരനെ ഓർമ്മിക്കുന്നുണ്ട് എന്നുള്ള ചാർട്ട് നിങ്ങൾ വെക്കണം. അതൊരു പ്രാക്ടീസാണല്ലേ, ദിവസവും നമുക്ക് ആ പ്രാക്ടീസ് വേണം. ഓർമ്മിക്കുന്ന അത്രയും പാവനമാകും. ഗംഗാ സ്നാനം ചെയ്യുന്നതിലൂടെ പാവനമാകുമോ? ഇവിടെ ആത്മാവിൻ്റെ വിഷയങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ആത്മാവ് തന്നെയാണ് പതിതവും ആത്മാവ് തന്നെയാണ് പാവനവുമാകുന്നത്. ബാബ മനസ്സിലാക്കി തരികയാണ്, ആത്മാവ് ഒരു നക്ഷത്ര ബിന്ദുവാണ്. നമ്മുടെ ബ്രെയിൻ്റെ നടുക്ക്, അതായത് നമ്മുടെ നെറുക എന്ന് പറയല്ലേ, നെറുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം എവിടെയാണ്, ശിരോമധ്യം, അവിടെയാണ് ഇരിക്കുന്നത്. ആത്മാവ് ചെറിയൊരു പ്രകാശ ബിന്ദുവാണ്, നക്ഷത്രം പോലെ. ഈ വിഷയങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ കൽപ്പത്തിൻ്റെ സംഗമയുഗത്തിലാണ് വരുന്നത്. പക്ഷേ വേദങ്ങളിൽ അല്ലെങ്കിൽ ശാസ്ത്രങ്ങളിൽ ഈശ്വരൻ ഓരോ യുഗത്തിലും വരുന്നുണ്ട് എന്ന് എഴുതി വെച്ചു. ഇതുകൊണ്ട് മനുഷ്യർ തെറ്റിദ്ധരിക്കപ്പെട്ടു. ഇപ്പോൾ ഭഗവാൻ നേരിട്ട് വന്ന് പറയുകയാണ്, ഞാൻ രണ്ട് കൽപ്പങ്ങൾ ചേരുന്ന സമയത്ത്, അതായത് ഈ കൽപ്പത്തിൻ്റെ സംഗമയുഗം എന്ന് പറയുന്നത് ഇതിൻ്റെ കലിയുഗവും അടുത്ത കൽപ്പത്തിൻ്റെ സത്യവും കൂടെ ചേരുന്ന സമയത്താണ്. ആ സമയത്താണ് ഞാനിവിടെ വരുന്നത്. മനുഷ്യർ ആ സമയത്ത് പൂർണ്ണമായിട്ടും വിവേകം നഷ്ടപ്പെട്ട് ഘോര അന്ധകാരത്തിലാണ്. ബാബ വരുമ്പോഴാണ് ആ വിവേകം അല്ലെങ്കിൽ ഘോരമായ പ്രകാശം അത് കിട്ടുന്നത്.
ബാക്കി എനിക്ക് ഓരോ യുഗത്തിലും വരേണ്ട ആവശ്യമേ ഇല്ല. എല്ലാവരും താഴോട്ട് ഇറങ്ങി വരണം. അങ്ങനെ ആദ്യം വന്നവർ 84 ജന്മം എടുക്കുമ്പോൾ ബാബ ഇവിടെ വരും. അവർ 84 ജന്മം എടുക്കും. ഈ ലോകത്തിലുള്ള എല്ലാവരും താഴോട്ട് ഇറങ്ങി വന്നിരിക്കുന്ന സമയമാണ്. ഈ ജ്ഞാനം ലോകത്തിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. സന്യാസിമാർ പറയാറുണ്ട്, ഇവർ ഈ പറയുന്നത് മുഴുവൻ ഈ ബ്രഹ്മകുമാരീസിൻ്റെ ചില കൽപ്പനകളാണ്, അല്ലെ അവരായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. परंतु कल्पना की तो इसमें कोई बात ही नहीं. ബാബ പറയുകയാണ്, ഇവിടെ അങ്ങനെ എന്തെങ്കിലും ഒരു കൽപ്പന ഉണ്ടാക്കി മനുഷ്യരെ പറ്റിക്കേണ്ട ആവശ്യം എന്താണ് നമുക്ക്? ബാബയുടെ ജ്ഞാനം നമ്മുടെ ഉൾബോധത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ചേഞ്ച് കൊണ്ടുവരുന്നുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. വെറും ഒരു കൽപ്പനയാണ്, അത് നടക്കില്ലല്ലോ. അപ്പം നമുക്കിത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? എൻ്റെ ജീവിതത്തിലെ മാറ്റം അതെൻ്റെ അനുഭവമാണ്. ആത്മാവ് എന്താണ്, ഈശ്വരനെ ഓർമ്മിക്കുമ്പോൾ എന്താണ് കിട്ടുന്നത്, ഇത് മുഴുവൻ എൻ്റെ അനുഭവമാണ്, കൽപ്പനയല്ല. അനുഭവത്തെ കൽപ്പന എന്ന് പറയില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ പറയാം, ഇത്രയും നാൾ ഈ ലോകത്തിൽ ഇതെല്ലാം പറഞ്ഞിട്ടും ഒരു മനുഷ്യനും അനുഭവിക്കാൻ കഴിയാത്ത എന്തുകൊണ്ടാണ്? അതുകൊണ്ട് അവർ പറയുന്നത് നമ്മളുടെ കൽപ്പനയാണ്, നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്തതാണ് എന്ന് പറയുമെന്ന് ബാബ പറയുകയാണ്. ഇപ്പോൾ പ്രദർശനികളൊക്കെ നമ്മൾ ഒരുപാട് ഗ്രാമാന്തരങ്ങളിലും പല ദേശത്തുമൊക്കെ വെക്കാറുണ്ട്. നിങ്ങൾ പറയാറുണ്ട്, ഞങ്ങൾ ബാബയുടെ സന്താനങ്ങളാണ്. ബാബ പറയുകയാണ്, ഭാരതവാസി കുട്ടികളായിട്ടുള്ളവർക്ക് ഇത് മനസ്സിലാക്കി കൊടുക്കണം, എല്ലാവരും എൻ്റെ മക്കളാണ്. അനേക ധർമ്മത്തിലുള്ളവർ കൂടിച്ചേർന്നൊരു വൃക്ഷമാണിത്. ബാബ അതിനെക്കുറിച്ച് മനസ്സിലാക്കി തരികയാണ്. എക്സെപ്റ്റ് കാംചിതാപർബൈഡ് ജൽമരേ, ഇവിടെ എല്ലാവരും കാമചിതയിലിരുന്ന് കത്തിച്ചാമ്പലാവാൻ പോവുകയാണ്. സത്യയുഗത്തിൽ ഏറ്റവും ആദ്യം വന്നവർ ഇവിടെ ഇപ്പോൾ ഉണ്ട്. അവരാണ് ദ്വാപരയുഗം തൊട്ട് ആദ്യമായി കാമവികാരത്തിലേക്ക് പോകുന്നത്. അവരാണ് കാമവികാരത്തിൽ എരിഞ്ഞ് കറുത്തുപോയത്. ബാക്കി സബ്ക്ക് സദ്ഗതി ഹോനി ഹേ. ബാക്കി ബാബ പറയുകയാണ്, എല്ലാവർക്കും ഇവിടെ സദ്ഗതി ഉണ്ടാവണം, നിങ്ങളാണ് അതിന് നിമിത്തമായവർ. നിങ്ങളുടെ പിന്നാലെ എല്ലാവർക്കും സദ്ഗതി ഉണ്ടാവും. ബാബ എത്ര സഹജമായ രീതിയിലാണ് മനസ്സിലാക്കി തരുന്നത്. ബാബ പറഞ്ഞു തരികയാണ്, കേവലം എന്നെ മാത്രം ഓർമ്മിക്കൂ. ആത്മാവിന് തന്നെയാണ് ദുർഗതി ഉണ്ടായത്. ആത്മാവ് പതീതമാകുന്നതിലൂടെ ശരീരവും ഇങ്ങനെയുള്ളത് കിട്ടും. ആത്മാക്കോ പാവൻ ബനാനിക്ക് യുക്തി, ആത്മാവിനെ പ്യൂർ ആക്കുന്നതിനുള്ള യുക്തി, അത് ബാബ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കി തരികയാണ്. മനുഷ്യർ നമ്മുടെ ചിത്രങ്ങളിൽ ബ്രഹ്മബാബയുടെ പടം കാണിക്കും. ത്രിമൂർത്തിയിൽ ബ്രഹ്മ വിഷ്ണു ശങ്കരനാണ്. അതിൽ നമ്മൾ കാണിക്കുന്ന ബ്രഹ്മാവ് ഈ ബ്രഹ്മാവാണ്, ബ്രഹ്മബാബ. ഇപ്പം ബ്രഹ്മബാബയല്ലല്ലോ ഭക്തൻ്റെ സങ്കല്പത്തിലെ ബ്രഹ്മാവ് എന്ന് പറയുന്നത്. പക്ഷെ യഥാർത്ഥമായിട്ട് ഈ ഭൂമിയിൽ നടന്ന എന്തോ വിഷയത്തെക്കുറിച്ചാണ് ഈ കാണിച്ചിരിക്കുന്ന ചിത്രങ്ങളെല്ലാം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതെന്ന് ആർക്കും അറിയില്ല. അപ്പോൾ അതിനെക്കുറിച്ച് ആർക്കും അറിയില്ല. അതുകൊണ്ട് അവർ ബഹളം വെക്കാറുണ്ട് ബ്രഹ്മബാബയുടെ പടം കാണുമ്പോൾ. എന്തുകൊണ്ടാണ് ഈ ബ്രഹ്മാവിനെ വയ്ക്കുന്നത്? ബ്രഹ്മാവ് സൂക്ഷ്മവദനവാസി ദേവതയാണ്. ഇവിടെ എങ്ങനെ വന്നു എന്ന് ചോദിക്കും. അപ്പോൾ ബ്രഹ്മബാബ ആ നാട്ടിൽ വളരെ ഫേമസ് ആണ്. അതുകൊണ്ട് പത്രങ്ങളിലൊക്കെ ഇങ്ങനെ ബ്രഹ്മബാബയുടെ ചിത്രങ്ങൾ വെച്ചൊക്കെ ഒരുപാട് വാർത്തകൾ വരുമായിരുന്നു. ഒരു സ്വർണ്ണ കച്ചവടക്കാരൻ, അദ്ദേഹം പറയുന്നു, ഞാൻ ശ്രീകൃഷ്ണനാണ്, എനിക്ക് 16,108 റാണിമാരെ വേണം എന്നൊക്കെ പറയുകയാണ് എന്ന് പറഞ്ഞ് ആ വാർത്ത വലിയ വൈറലായി. അങ്ങനെ ആ നാട്ടിൽ മുഴുവൻ വലിയ ബഹളമായി. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. ബ്രഹ്മകുമാരീസിനെതിരെ ഒരുപാട് പിക്കറ്റിങ്ങും സമരങ്ങളും ഉണ്ടായി. ഇനിയിപ്പോൾ ഓരോരുത്തരുടെയും ചെവിയിൽ പോയി പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥ വന്നു. ഓരോരുത്തർക്കും ഇത് ക്ലിയർ ആക്കി കൊടുക്കണം. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല ഇതാണ് സംഭവിച്ചത്, ഇങ്ങനെയാണ് ചേഞ്ചസ് കൊണ്ടുവരേണ്ടത്, ഇങ്ങനെയാണ് ബ്രഹ്മകുമാരീസിൻ്റെ ഉദ്ദേശം ഇതാണ്, ലക്ഷ്യം ഇതാണ്. പക്ഷെ അങ്ങനെ ഓരോരുത്തർക്കും എങ്ങനെ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും? അത്ര വലിയ സമരമായി മാറി. ഇപ്പോൾ ഇത്രയധികം മനുഷ്യരിവിടെയുണ്ട്. അങ്ങനെയാണ് നമ്മൾ അവിടെ നിന്ന് പിന്നെ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം കറാച്ചിയിലേക്ക് വന്നു.
കറാച്ചിയിൽ നിന്ന് രാജസ്ഥാനിലേക്ക് വന്നു. അങ്ങനെ അബുവിൽ വന്നു. अबू में भी कोई आते हैं तो उनको चट कहते हैं ब्रह्मा कुमारी के पास जाते हो. बहुत तो जादू कर देती है, स्त्री पुरुष को भाई बहन बना देती है. അപ്പോൾ അബുവിലേക്ക് വന്നപ്പോൾ അവർക്കും ഈ ജ്ഞാനം അവിടെയുള്ളവർക്ക് ക്ലിയർ ആയില്ല. കാരണം എല്ലാവരും ഭക്തിയിൽപ്പെട്ടവരാണല്ലോ. ഇത് ജ്ഞാനമാണ്. ഭക്തി ജ്ഞാനവും രണ്ട് തട്ടിലാണ് നിൽക്കുന്നത്. പകലും രാത്രിയും പോലെയാണ്. അപ്പോൾ നിലവിൽ കുട്ടിക്കാലം മുതൽ എൻ്റെ മനസ്സിൽ എഴുതപ്പെട്ടത് അത് അതേപടി വിശ്വസിക്കുന്ന ജനങ്ങളാണ്. അതിന് തികച്ചും വിപരീതമായിട്ടുള്ള ഒരറിവാണ് എല്ലാവരും കേൾക്കുന്നത്. ഈ ലോകത്തിൽ സംഭവിച്ചതിൻ്റെ ഒരു ഹിസ്റ്ററിയാണ് ബ്രഹ്മകുമാരീസ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഇതാർക്കും മനസ്സിലായില്ല. അപ്പോൾ അവരും പറയാൻ തുടങ്ങി, നിങ്ങൾ ബ്രഹ്മകുമാരീസിലാണോ പോകുന്നത്? അവിടെ അവർ ഭയങ്കര മന്ത്രവാദം ചെയ്യുന്നവരാണ്. അവർ ഭാര്യ ഭർത്താവിനെ പോലും സഹോദരിയും സഹോദരനുമാക്കി മാറ്റുന്നവരാണ്. പിന്നെ കുറച്ച് അവരുടെ കയ്യിൽ നിന്നിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവിടെ വരുന്നവരുടെ എല്ലാവരുടെയും മനസ്സിനെ കലുഷിതമാക്കി. ബാബ പറയുകയാണ്, നിങ്ങൾ എന്നെ ജ്ഞാനസാഗരനെന്നും വേൾഡ് ഓൾമൈറ്റി അതോറിറ്റി എന്നുമാണ് പറയുന്നത്. വേൾഡ് ഓൾമൈറ്റി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? സർവശക്തിമാൻ എന്നാണ്. എല്ലാ വേദശാസ്ത്രങ്ങളും അറിയുന്നയാൾ. ബഡേ വിദ്വാൻ കോ ഭി അതോറിറ്റി കഹത്തെ ഹേ. വലിയ പണ്ഡിതന്മാരെ പോലും എന്തു പറയും? അവരെന്തിലാണോ പാണ്ഡിത്യം നേടിയത് ആ വിഷയത്തിൽ അവർ അഗ്രഗണ്യരാണ്. ഏത് ചോദ്യം ചോദിച്ചാൽ അവരതിന് ആൻസർ പറയും. അതുകൊണ്ട് അവരെ അതിൻ്റെ അതോറിറ്റി എന്നാണ് പറയുക. ചിലർ ബനാറസിലൊക്കെ പോയിട്ട് ഈ ശാസ്ത്രങ്ങളൊക്കെ പഠിച്ച് അവിടെ നിന്നും അവരൊരു സ്ഥാനപ്പേരുമായിട്ടാണ് വരുന്നത്. അങ്ങനെ ചില സന്യാസി മഠങ്ങളുണ്ട്. അവിടെ ചെല്ലുമ്പോൾ ആ സന്യാസി മഠത്തിൽ ഗുരുവിൻ്റെ ശിഷ്യനായി നിന്ന് പഠിക്കും. അവസാനം ഗുരു ദീക്ഷ നൽകും. അപ്പോൾ ചില സ്ഥാനപ്പേരൊക്കെ കൊടുക്കും. അവരുടെ പാണ്ഡിത്യം, അവർ നേടിയ അറിവനുസരിച്ചിട്ട് മഹോപാധ്യായ്, ഏറ്റവും മഹാനായിട്ടുള്ള, അതിലും മഹത്തരമായിട്ടുള്ള അധ്യായം പഠിച്ച ആൾ എന്നർത്ഥം വരും. പിന്നെ ശ്രീ 108 സരസ്വതി, ഇതൊക്കെ ചില ബനാറസിലെ ആശ്രമത്തിൽ നിന്ന് കൊടുക്കുന്ന ചില പദവികളാണ്. ഓരോ ശിഷ്യന്മാർക്കും അവർ ആർജിച്ച അറിവിൻ്റെ ആധാരത്തിൽ കൊടുക്കുന്ന പദവികളാണ്. ഇനി ബനാറസ് ഹിന്ദു സർവകലാശാലയുണ്ട്. അവിടെയുണ്ട് ശാസ്ത്രികൾ എന്നുള്ള, നമുക്ക് BA ഡിഗ്രി, ബാച്ചലർ ഡിഗ്രിക്ക് അവർ ശാസ്ത്രികളെന്ന് പറയും. MA പോലെയുള്ള ഡിഗ്രിയാണ്, അല്ലെ PG ലെവലിലുള്ളതാണെങ്കിൽ ആചാര്യ ഡിഗ്രിയാണ് കൊടുക്കുന്നത്. പിന്നെയുണ്ട് വാചസ്പതി, അങ്ങനെ ഒരു പദവിയുണ്ട്. അങ്ങനെ കുറേ ശാസ്ത്രങ്ങൾ പഠിക്കുന്നവർക്ക് ഓരോരോ സംസ്കൃത സർവകലാശാലയാണല്ലോ. അപ്പോൾ അതിൻ്റെ പേരിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഡിഗ്രിയൊക്കെ ഉണ്ട്. ശാസ്ത്രങ്ങളിൽ ജനകനെക്കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. ജനകൻ പറഞ്ഞു, എനിക്ക് സത്യമായിട്ടുള്ള ബ്രഹ്മജ്ഞാനം വേണം, അതാരെങ്കിലും പറഞ്ഞു തരണം. അങ്ങനെ സത്യമായിട്ടുള്ള ബ്രഹ്മജ്ഞാനം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അത് കിട്ടുക? അതിവിടെയുള്ള പുരാണകഥകളല്ല, അത് സാരമാണ്. ഇതിൻ്റെ എല്ലാം പിന്നിലുള്ള, നമ്മൾ കേൾക്കുന്ന എല്ലാ കഥകളുടെയും പിന്നിലുള്ള ആ ആത്മാവിന് എന്ത് സംഭവിച്ചു എന്നുള്ള കഥ. നമ്മൾ കഥാപാത്രങ്ങൾ അടങ്ങുന്ന പുരാണ കഥകളാണ് കേൾക്കുന്നത്. ഭഗവത്ഗീതയിൽ പുരാണ കഥയോ ആരുടെയും കഥയോ ഒന്നുമില്ലല്ലേ. അതിൻ്റെ അകത്ത് നമ്മുടെ ബോധത്തെക്കുറിച്ചാണ് പറയുന്നത്. ആത്മാവിന് എന്ത് സംഭവിച്ചു, ആത്മാവ് ശ്രേഷ്ഠകർമ്മം ചെയ്യുന്നത് എങ്ങനെയാണ്, സന്യാസകർമ്മം ചെയ്യുന്നത് എങ്ങനെയാണ്, ആത്മാവ് പുണ്യവും പാപവും സമ്പാദിക്കുന്നത്, പുനർജന്മം എടുക്കുന്നത്, അങ്ങനെയുള്ള ആത്മാവ് ഈ ഭൂമിയിൽ വരുന്നതിന് മുമ്പ് എവിടെയായിരുന്നു, അതിൻ്റെ മൂലപ്രകൃതി എന്താണ്, ഇങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ജനക മഹാരാജോ അതാ പറഞ്ഞത്, എനിക്ക് അതിനെക്കുറിച്ചാണ് അറിയേണ്ടത്, ഈ കഥകളോ ഇതോ ഒന്നുമല്ല, ഈ ശാസ്ത്രങ്ങളൊന്നുമല്ല. ഇങ്ങനെ ഒരുപാട് വലിയ വലിയ കഥകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ശങ്കരൻ പാർവതിക്ക് അമരകഥ പറഞ്ഞു കൊടുത്ത കഥയുണ്ട്. എത്ര കഥകളാണ് ഇരുന്ന് എഴുതി വെച്ചിരിക്കുന്നത്. വാസ്തവത്തിൽ ശങ്കരൻ എന്ന് പറഞ്ഞ് അവർ പറയുന്നത് ശിവനെയാണ്. ശിവൻ കഥ പറഞ്ഞു കൊടുക്കുന്ന ആർക്കാണ്? ആത്മാവാകുന്ന പാർവതിക്ക്.
പരമാത്മാവെന്ന് ശിവനെ തിരിച്ചറിഞ്ഞ് ആത്മാവെന്ന് നമുക്കാണ് ഈ കഥ പറഞ്ഞു തരുന്നത്. അപ്പോൾ ആ കഥ പറഞ്ഞു തരുമ്പോൾ അമർനാഥ് ഗുഹയിൽ വെച്ചിട്ടാണ് കഥ പറഞ്ഞു തരുന്നത്. അപ്പോൾ ആദ്യമേ ശിവൻ പാർവതിയോട് പറയും, ആരുമില്ലാത്തൊരു സ്ഥലത്ത് നിന്ന് മാത്രമേ ഞാൻ ആ കഥ പറഞ്ഞു തരികയുള്ളൂ, ഒരാൾ പോലും ഉണ്ടാവാൻ പാടില്ല. കാരണം ഇത് അമരകഥയാണ്, നിനക്ക് മാത്രം ഉള്ളതാണ്. അങ്ങനെ ആരും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് അമർനാഥ് ഗുഹയിൽ ആ കഥ പറയുന്നത്. അപ്പോൾ പറഞ്ഞു, ഈ കഥ കേട്ട് തീരുന്നിടം വരെയും ഉറങ്ങാൻ പാടില്ല. താങ്കൾ ഉറങ്ങാൻ ഞാൻ അപ്പം കഥ നിർത്തും. അങ്ങനെ കഥ പറഞ്ഞ് പകുതി എത്തിയപ്പോൾ പാർവതി ദേവി ഉറങ്ങും. പക്ഷെ ആ ഒരു ഗുഹയിലൊരു പ്രാവുണ്ടായിരുന്നു. അപ്പം മഹാദേവൻ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പാർവതി ദേവിയോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ കഥ പറയും, ഞാൻ ധ്യാനാവസ്ഥയിലാണ് കഥ പറയുമ്പോൾ ഞാൻ കേൾക്കുന്നുണ്ട് എന്ന അർത്ഥത്തിൽ മൂളണം മൂളണം എന്ന് പറഞ്ഞു. പാർവതി ദേവി ഉറങ്ങി. അപ്പോൾ പ്രാവ് ഇത് കണ്ടു. പ്രാവ് എന്ത് ചെയ്തു? പ്രാവ് പാർവതി ദേവിക്ക് പകരം ആ മൂളുന്ന സൗണ്ടിൽ പ്രാവ് കുറുകുമല്ലോ. പ്രാവിൻ്റെ സൗണ്ട് അങ്ങനെയാണ്, ഏകദേശം മൂളുന്ന പോലെയാണല്ലേ. അങ്ങനെ മൂളാനായിട്ട് തുടങ്ങി. അങ്ങനെ കുറേ കൂടെ മുന്നോട്ട് പോയപ്പോൾ മഹാദേവന് മനസ്സിലായി, ശിവന് മനസ്സിലായി, ഇത് പാർവതി ദേവി അല്ല, പ്രാവാണ്. അപ്പോൾ പ്രാവിന് അർഹതയില്ല അത് കേൾക്കാൻ. പിന്നെ പ്രാവിനെ വധിക്കാനായിട്ട് ശിവൻ പിന്നാലെ തൃശൂലമായിട്ട് ചെല്ലും. പ്രാവ് അവിടുന്ന് പ്രാണരക്ഷാർത്ഥം ഓടും. വിഷ്ണുവിൻ്റെ അടുത്ത് ചെല്ലും, രക്ഷയില്ല. അങ്ങനെ പലരുടെ അടുത്ത് ചെല്ലും. അങ്ങനെ അവസാനം ശ്രീ വ്യാസഭഗവാന്റെ പത്നിയുടെ വായിലൂടെ അകത്തേക്ക് പ്രവേശിക്കും. അങ്ങനെ പത്നിയുടെ വയറിലെത്തി. അങ്ങനെ ശിവനൊന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെയാണ് കഥ അല്ലേ. അപ്പോൾ ഈ കഥ കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്ത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് ഈ കഥ കൊണ്ടുപോകുന്നത്. എത്ര വ്യത്യസ്തങ്ങളായിട്ടുള്ള ആശയങ്ങളാണല്ലോ. ഒരു മനുഷ്യൻ സാധാരണ ചിന്തിക്കുന്ന ഒരു സ്റ്റോറി പോലെ അല്ല പോകുന്നത്. അതിനകത്തൊരു പ്രാവ് പ്രാണരക്ഷാർത്ഥം വാ വിളിച്ച് ഉറങ്ങിയിരുന്ന ഒരു സ്ത്രീയുടെ വായിലൂടെ വയറ്റിലെത്തുക, അത് പിന്നെ കുട്ടിയായിട്ട് ജനിച്ചു. അങ്ങനെയാണ് സുഖമഹർഷി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം നമുക്ക് മനസ്സിലായി, നമ്മളിപ്പോൾ കഥ കേൾക്കുകയാണ്. ആത്മാവാണെന്നുള്ള ശിവബാബു പറയാറുണ്ടല്ലോ, നീ ആത്മാവാണെന്നുള്ള ബോധത്തിലിരുന്ന് വേണം കഥ കേൾക്കാൻ. ആത്മാവാകുന്ന ബോധം എന്ന് പറയുന്നത് എവിടെയാണ്? ഗുഹ. ശിരസാകുന്ന ഗുഹയ്ക്കകത്ത്. ആത്മാവിരിക്കുന്ന സ്ഥാനം എവിടെയാണ്? അതിനെയാണ് ഗുഹയ്ക്കകത്തിരുന്ന് കഥ പറഞ്ഞു കൊടുത്തു എന്ന് പറയുന്നത്. ഉറങ്ങിപ്പോകാൻ പാടില്ലെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ശരീരമാണെന്നുള്ള ബോധത്തിലിരുന്ന് ബാബ പറയുന്ന മുരളി കേൾക്കരുത്. പിന്നെ അതിനർത്ഥമില്ല. അതുകൊണ്ടാണ് ബാബ ഇന്ന് തുടക്കമേ പറഞ്ഞത്, ഈ ഈശ്വരീയ സത്സംഗത്തിലെ നിയമം എന്താണ്, ഇവിടെ ആത്മീയ ഭട്ടിയിലിരിക്കുന്നവരുടെ നിയമം എന്താണ്? എന്താ നിയമം? ഒരാൾ പോലും കോട്ടുവായിടാനോ ആ ലോകത്തിലെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനോ അവിടെ ഇവിടെയും തിരിഞ്ഞു നോക്കാനോ മനസ്സലയിക്കാനോ പാടില്ല. അത് മുഴുവൻ ദേഹത്തിൻ്റെ ലോകമാണ്. ദേഹത്തിൻ്റെ ലോകത്തിലെ ചിന്തകൾ, ദേഹത്തിൻ്റെ ലോകത്തിൽ ചെയ്യാനായിട്ടുള്ള കർമ്മങ്ങൾ, പലരുടെ ഓർമ്മകൾ, ഇതൊന്നും കൊണ്ടുവരാൻ പാടില്ല. ഇത് കൊണ്ടുവന്ന കളി തീർന്നു. പിന്നെ ബാബ ഈ ജ്ഞാനം പറയുന്നത് നമ്മുടെ ഉള്ളിൽ കയറില്ല. അതിനെയാണ് ഇങ്ങനെയൊക്കെ കഥയായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ബാബ ഇതെല്ലാം മനസ്സിലാക്കി തരികയാണ്. ഇപ്പം നമ്മൾ രാജാക്കന്മാർക്ക് പോയി ജ്ഞാനം കൊടുക്കണം. നിങ്ങൾ സൂര്യവംശിയിലുണ്ടായിരുന്നവരാണ്. ചന്ദ്രവംശി, വൈശ്വംശി, ശൂദ്രവംശിയായി ഇപ്പോൾ നിങ്ങളുടെ രാജധാനിക്ക് എന്ത് പറ്റി? ഇപ്പോൾ വീണ്ടും സൂര്യവംശി രാജധാനി വേണമെങ്കിൽ പുരുഷാർത്ഥം ചെയ്യൂ. രാജയോഗം പഠിപ്പിക്കാൻ ശിവബാബ ഇവിടെ വന്നിരിക്കുകയാണ്. വന്ന് പരിധിയില്ലാത്ത സ്വരാജ്യം നേടൂ. രാജാവുങ്കെ പാസ് ഭി ബഹുച്ച് ചിട്ടിയാം ജാതി ഹേ ഫിർ ഉൻകോ മിൽത്തി തോടെ ഹി. രാജാക്കന്മാർക്ക് ഒരുപാട് പേര് പല പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എടുത്ത് അയക്കാറുണ്ട്. പക്ഷേ എല്ലാം രാജാക്കന്മാർക്ക് കിട്ടില്ല. അവരുടെ പ്രൈവറ്റ് സെക്രട്ടറി പരിശോധിച്ചതിന് ശേഷമേ അത് കൊടുക്കൂ. എത്ര ബാബറിന് എത്ര എഴുത്തുകളൊക്കെയാണ് അവർ വലിച്ചെറിഞ്ഞു കളയുന്നത്. കാരണം അതിൽ വളരെ സാരമൊന്നുമില്ല. എന്തെങ്കിലും കാര്യമായിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ അവർ രാജാവിനെ ഏൽപ്പിക്കും എന്ന് പറയുന്നത് പോലെ നമുക്കിവിടെ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ഇതിൽ കാര്യമായ ജ്ഞാനമുള്ളത് ഏതാണ്? അത് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ബാക്കിയൊക്കെ വിസ്താരങ്ങളാണ്. അങ്ങനെ ജനക മഹാരാജാവിന് മനസ്സിലായി
എല്ലാവരുടെയും കയ്യിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷെ ആവശ്യമുള്ളത് ഏതാ? ബാക്കിയെല്ലാം കളയേണ്ടതാണ്. അങ്ങനെ അഷ്ടവക്രനാണ് ജനകന് സെക്കൻഡിൽ ജീവൻ മുക്തി എന്ന തിരിച്ചറിവ് കൊടുത്തത് എന്നാണ് പറയുക. അതും വളരെ സിമ്പിളായിട്ട്, ശാസ്ത്രങ്ങളൊന്നും പറഞ്ഞിട്ടല്ല. ഇതിൻ്റെ പിന്നിലുള്ള യുക്തി എന്താണ് എന്ന് മനസ്സിലാക്കി കൊടുത്തു. ബാബയും അതാ മനസ്സിലാക്കി തരുന്നത്. ഇതിൻ്റെ എല്ലാം പിന്നിലുള്ള യുക്തി എന്താണ്? ഇപ്പോൾ ബാബ എത്ര നല്ല രീതിയിലാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. പക്ഷെ പലർക്കും അത് പിടികിട്ടുന്നില്ല. അവിടെ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ബാബ എല്ലായിടത്തും നോക്കുന്നുണ്ട്. എല്ലാ കുട്ടികളും നന്നായിട്ട് ബാബ പറയുന്നത് ജ്ഞാനം കേൾക്കുന്നുണ്ടോ? ബുദ്ധി അലയുന്നുണ്ടോ? ഉറക്കം തൂങ്ങുന്നുണ്ടോ? തുടക്ക സമയത്ത് ഒരുപാട് പെൺകുട്ടികൾ മെഡിറ്റേഷൻ ചെയ്ത് ട്രാൻസിൽ പോകുമായിരുന്നു. ഇപ്പോഴും അതിനെക്കുറിച്ച് പലരും പറയാറുണ്ട്. ബ്രഹ്മകുമാരിസിൽ ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട്, വലിയ മന്ത്രവാദമാണ് അവിടെ നടക്കുന്നതെന്നൊക്കെ. പരംപിത പരമാത്മാവിനെ അതുകൊണ്ട് മായാവി എന്ന് പറയാറുണ്ട്. അതായത് ഇന്ദ്രജാലക്കാരൻ. ശിവബാബ देखते हैं इनका बहुत प्रेम है तो देखने से ही चट ധ്യാൻ മേ ചലേ ജാത്തെ ഹെ. എങ്ങനെയാണ് ഓരോരുത്തരും ട്രാൻസിൽ പോയെന്ന് പറയുകയാണല്ലേ. നമ്മുടെ മായാജാലമൊന്നും അല്ല, പരമാത്മാവ് ഇവിടെ വന്ന് കാണിച്ച മായാജാലമാണ്. പരമാത്മാവ് എന്താ ചെയ്തത്? ഓരോ ഭക്തനും വേണ്ട അർഹിക്കുന്ന ഫലം കൊടുക്കണമല്ലോ. അപ്പോൾ ആദ്യം വരുന്നവരൊക്കെ ഏറ്റവും കൂടുതൽ ഭക്തി ചെയ്തവരാണ്. ആ ഏറ്റവും കൂടുതൽ ഭക്തി ചെയ്ത ഭക്തന് ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്ക് ഈശ്വരനെ അറിയണം, സ്വർഗത്തിൽ പോകണം. അവർ തീവ്ര ഭക്തി ചെയ്തവരാണല്ലേ. ബാബ പറയണ ഓരോരുത്തരും നോക്കുമ്പോൾ അവരുടെ ഉള്ളിലെ ഈശ്വരനെ പ്രതിയുള്ള ഭാവന ഞാൻ കാണുന്നുണ്ട്. ഈശ്വരനോട് അത്രയും സ്നേഹമുള്ളവരെ ഞാനൊന്ന് നോക്കുമ്പോൾ, ശ്രദ്ധിച്ച് നോക്കുമ്പോൾ അവർ ട്രാൻസിൽ പോകും. അത്ര പവറാണ് പരമാത്മാവിന്. ഭാരതവാസികൾക്ക് വൈകുണ്ഠം വളരെ പ്രിയമാണ്. ആരെങ്കിലുമൊക്കെ നാട്ടിൽ മരിച്ചാലും പറയും, ഞങ്ങളുടെ നാട്ടിൽ ഇന്നയാൾ വൈകുണ്ഠത്തിലേക്ക് പോയി എന്ന്. പക്ഷെ സ്വർഗത്തിൽ ആരും പോയിട്ടില്ല. ഇപ്പം നിങ്ങൾക്കറിയാം, നമ്മൾ സ്വർഗവാസി 84 ജന്മം എടുത്ത് നരകവാസിയായി വീണ്ടും സ്വർഗവാസി ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, മമ്മ ബാബ ഭാവിയിൽ ലക്ഷ്മി നാരായണനാകും. ഇപ്പം അവരും ഇവിടെ പുരുഷാർത്ഥം ചെയ്യുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ അവരെ ഫോളോ ചെയ്യൂ എന്ന് പറയുന്നത്. നിങ്ങൾ ബാബയെ ഓർമ്മിക്കൂ, ആസ്തയെയും ഓർമ്മിക്കൂ. തുങ്കോ ഈ സാരെ ചക്ര ക ജ്ഞാൻ ഹെ. നിങ്ങൾക്ക് ഈ മുഴുവൻ ചക്രത്തിൻ്റെയും ജ്ഞാനമുണ്ട്. നിങ്ങൾക്കിതിലാണ് താല്പര്യം. ഇത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. കാലചക്രത്തിൻ്റെ സീക്രട്ട് നമ്മൾ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. ഈ സർവീസിൽ മുഴുകുകയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു ജോലി പോലും ഓർമ്മ വരില്ല. അത്രയും നിങ്ങൾക്ക് ആത്മീയ സുഖം തരുന്ന ഒന്നാണ് സ്വയം ഭഗവാന്റെ സേവനം എന്ന് പറയുന്നത്. अच्छा मीठे मीठे सीखे लेते बच्चों प्रति माता पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. रूहानी बच्चों की रूहानी बाप दादा को याद प्यार गुड मॉर्निंग और नमस्ते. धारणा പോയിന്റ്സ്. സത്യത്തിൽ ഉയർന്ന പദവി നേടുന്നതിന് അമ്മ ബാബയെ പൂർണ്ണമായിട്ടും ഫോളോ ചെയ്യണം. അവരെ പോലെ പുരുഷാർത്ഥം ചെയ്യണം. സേവയിൽ താല്പര്യമുള്ളവരായിരിക്കണം. ഏകാഗ്രതയോടെ ഈ പഠിത്തം പഠിക്കണം. രണ്ടാമത്തത്, ഓർമ്മയുടെ സത്യമായിട്ടുള്ള ചാർട്ട് വയ്ക്കണം. സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കണം. വരദാനമാണ്. നമ്മുടെ ഹയ്യസ്റ്റ് പൊസിഷൻ്റെ സ്ഥിതിയിൽ ഇരുന്ന് ഓരോ സങ്കല്പവും വാക്കും കർമ്മവും ചെയ്യുന്ന സമ്പൂർണ്ണ നിർവികാരിയായി ഭവിക്കട്ടെ. നമ്മുടെ ഹയ്യസ്റ്റ് പൊസിഷനിൽ ഇരുന്നിട്ട് വേണം നമ്മളുടെ ഓരോ സങ്കല്പവും നമ്മൾ കൊണ്ടുവരാൻ. വാക്കുകളും കർമ്മത്തിലും അതിൻ്റെ ക്വാളിറ്റി ഉണ്ടാവും നമ്മൾ ഹയ്യസ്റ്റ് പൊസിഷനിലാണെങ്കിൽ. സമ്പൂർണ്ണ നിർവികാരി അർത്ഥം സമ്പൂർണ്ണ നിർവികാരി അർത്ഥം
1% പോലും യാതൊരു വികാരത്തിൻ്റെ ആകർഷണത്തിലും പെടാത്തവർ, ഒരിക്കലും ഒന്നിനും വശപ്പെടാത്തവർ, ഹയസ്റ്റ് പൊസിഷനിലുള്ള ആത്മാക്കൾ, അവർക്കൊരിക്കലും സാധാരണ സങ്കല്പം ചെയ്യാൻ പറ്റില്ല. സാധാരണ സങ്കല്പം ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ? അവരുടെ പൊസിഷൻ്റെ വില പോകും. അതുകൊണ്ട് പറയുകയാണ്, ജബ് കൊയ് ബി സങ്കല്പ വ കർമ്മ കർത്തേ, ഏതെങ്കിലുമൊക്കെ കാര്യം സങ്കല്പിക്കുമ്പോഴോ കർമ്മം ചെയ്യുമ്പോഴോ നിങ്ങൾ പരിശോധിക്കണം. എന്താ സങ്കല്പിക്കേണ്ടത്, പരിശോധിക്കേണ്ടത്? ഞാൻ എത്ര ഉയർന്നതാണോ, എൻ്റെ പേരെത്രയാണോ, എൻ്റെ കർത്തവ്യവും അങ്ങനെ ആയിരിക്കണം. പേര് ഉയർന്നതാണ്, കർമ്മം ചെറുതാണെങ്കിലും. അവിടെ പറയുകയാണ്, പേരെത്ര ഉയർന്നതാണ്, പക്ഷേ കർമ്മം താഴ്ന്നതാണെങ്കിൽ അവർ പേരിനെ നശിപ്പിക്കുകയാണ്. അവരുടെ പേര് ബദനാം കർത്തേഹു, ബദനാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേര് മോശമാകും. അപ്പോൾ ഉയർന്ന പേരിന്, ഉയർന്ന സ്ഥാനപ്പേരിന് ഉയർന്ന തരത്തിലുള്ള കർമ്മങ്ങളും ചിന്തകളും ഉണ്ടാവണം. അതുകൊണ്ട് ലക്ഷ്മി നാരായണൻ ആകണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഏറ്റവും ഉയർന്ന പദവിയാണ്. അതിനുള്ള ലക്ഷണം നമ്മളിൽ ഈ സമയത്ത് കാണാൻ കഴിയണം. അപ്പോൾ പറയാം സമ്പൂർണ്ണ നിർവികാരി, അർത്ഥം ഹോളിയസ്റ്റ് ആത്മാ എന്ന് സ്ലോഗൻ. കർമ്മ കർത്തേ കരൻ കരാവൻ ഹാർ ബാബ് കി സ്മൃതി രഹേ. കർമ്മം ചെയ്തുകൊണ്ടും ചെയ്യുന്നതും ചെയ്യിപ്പിക്കുന്നവനുമായ ബാബയുടെ സ്മൃതി ഉണ്ടെങ്കിൽ സ്വപുരുഷാർത്ഥവും യോഗത്തിൻ്റെ ബാലൻസും ശരിയായിരിക്കും. അച്ഛാ, ഓം ശാന്തി. ഓം ശാന്തി. നമുക്ക് ബാബയെ ഓർമ്മിക്കാം. जो प्यार मिला मुझे तुमसे, जो प्यार मिला मुझे तुमसे, वर्णन करूं मैं कैसे मुख से। जो प्यार मिला मुझे तुमसे, वर्णन करूं मैं कैसे मुख से। ये दिल जानता है बाबा, दिखता है जो नैनों के नूर से। जो प्यार मिला मुझे तुमसे, मुझको इतना सम्मान दिया, मेरे लाडले कह दुलार दिया। मुझको इतना सम्मान दिया, मेरे लाडले कह दुलार दिया। मेरे इन भूलों को माफ किया और दिव्य गुणों से श्रृंगार किया। सांसों में समाए हो बाबा, भूल सकते नहीं तुम्हें भूल से। जो प्यार मिला मुझे तुमसे,
जमीन पे नहीं रहते, जब छूटा माया के चंगुल से। जो प्यार मिला मुझे तुमसे, वर्णन करूं मैं कैसे मुख से। ये दिल जानता है बाबा, दिखता है जो नैनों के नूर से। जो प्यार मिला मुझे